ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. നന്നായിട്ട് തൊലി കറുത്തു പോയ പഴം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പുഴുങ്ങിയെടുക്കണമെന്നില്ല. നല്ലതുപോലെ തൊലി കറുത്തുപോയ നേന്ത്രപ്പഴമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നേന്ത്രപ്പഴം തന്നെ ആവണമെന്നില്ല, ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. റോബസ്റ്റ് ആയാലും കദളിപ്പഴമായാലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ടാണ് ഇതിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. അതുപോലെ തൊലി നന്നായിട്ട് കറുത്തു പോയ പഴമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിങ്ങനെ പുഴുങ്ങിയിട്ട് ചെയ്യുമ്പം ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. നമ്മുടെ പഴത്തിന്, നമ്മൾ എടുക്കുന്ന പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ഇത്രയധികം പഞ്ചസാര ചേർക്കണമെന്നില്ല. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് കുറച്ചായി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കേണ്ട, കുറച്ചായി ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. എത്രത്തോളം പൊടി ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമല്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊട്ടാത്ത തരത്തിലുള്ള അധികം സ്റ്റിക്കി അല്ലാത്തൊരു ഡോ ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ പൊടി കുറച്ചായി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുമിച്ച് പൊടി ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ കുറച്ചായി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് അരമണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ അടച്ച് മാറ്റി വെക്കാം. അരമണിക്കൂർ ആകുമ്പോഴേക്കും ഡോ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഒന്നുകൂടി ഒന്നിങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഒരു ചെറിയ ഉരുളയാക്കിയെടുക്കാം. അതിനുശേഷം ഒരു ചപ്പാത്തി പലകയിൽ അല്പം പൊടി വെതറിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതല്ലാതെ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഞാനിതിങ്ങനെ ഒരു ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഒരു മൂടി വെച്ചിട്ട്, ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോൾ പോലെ ഉരുട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ആകുമ്പം ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന് നല്ല ഭംഗി ഉണ്ടാവും കാണാനും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനുമായിട്ട്. ഉള്ളിൽ അല്പം ഹോൾ പോലെയാണ് നമുക്ക് കിട്ടുക, ഉള്ളിൽ അല്പം പൊള്ളയായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ബനാന ബ്രെഡ് തന്നെയാണ്. ബനാന ബ്രെഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല ഈ ഒരു സ്നാക്കിൽ. വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലിയൊക്കെ നല്ലതുപോലെ കറുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ. അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അതുപോലെ മൈദക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടും നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതാണ്. നല്ല ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാനുമായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.